അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ നബി പറഞ്ഞു എല്ലാവരോടും ഈദ്ഗാഹിലേക്ക് പോകാൻ, മൈതാനത്തേക്ക് പോകാൻ വേണ്ടി റസൂലുള്ള പറഞ്ഞവർ ആരാധനയാണ് പെരുന്നാള്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് മദീനത്തെ പള്ളിയിൽ വെച്ച് ഒരിക്കൽ മാത്രമാണ് അത്രേ നിസ്കാരം നടന്നത്, ഈദ് നമസ്കാരം. ബാക്കി എല്ലാ പെരുന്നാളും പുറത്ത് മൈതാനത്താണ് നടത്തിയത്. അതിനിവിടെ മുസ്ലിയാക്കന്മാര് കളിയൊക്കെ. ആടും പശുവും പോത്തും ഒക്കെ മൂത്രയിക്കും കാഷ്ടിക്കും ചെയ്യണം, മൈതാനത്ത് വേണം ഇവർക്ക് ഈദ്ഗാഹ് നടത്താൻ. ഈദ്ഗാഹിനെ കളിയാക്കുക. നിങ്ങൾക്കറിയോ നിങ്ങൾ ആരെയാ കളിയാക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലാ ഞങ്ങളോട് പഠിപ്പിച്ചത്. ഞങ്ങൾക്കൊരു നബിയുണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ റസൂലാ പഠിപ്പിച്ചത്. എന്ത്? പെരുന്നാളിന് പറഞ്ഞു എല്ലാവരും മൈതാനത്തേക്ക് പോകണം, പെണ്ണുങ്ങളോട് എല്ലാവരോടും പറഞ്ഞു എല്ലാവരും പോകണം. എത്രത്തോളം പറഞ്ഞു? മെൻസസ് പീരീഡിൽ നിസ്കരിക്കൽ നിഷിദ്ധമായ സമയത്ത് വീട്ടിലിരിക്കുന്ന സ്ത്രീകളോട് വരെ റസൂലുള്ള പറഞ്ഞു, നിങ്ങളും ആ ദിവസത്തിന്റെ ബറക്കത്ത് നേടാൻ, അവിടെ നടക്കുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ, ആ പുണ്യം വാരിക്കൂട്ടാൻ വേണ്ടി നിങ്ങളും മൈതാനത്തേക്ക് പോകണം. നിസ്കാരത്തിന്റെ അവസരത്തിൽ മാത്രം നിങ്ങൾ മുസല്ലയിൽ നിന്ന് മാറി നിന്നാൽ മതി. ഫൽയഅ്തസിൽനൽ മുസല്ലാ, നിസ്കരിക്കുന്ന നേരത്തെ പെണ്ണുങ്ങൾ അങ്ങ് ബാക്കിലേക്ക് മാറട്ടെ. എന്നാലും വല്യശ്ഹദന ദഅവത്തൽ മുസ്ലിമീൻ, അന്ന് മുസ്ലിമീങ്ങൾ നടത്തുന്ന പുണ്യകരമായ പ്രവർത്തനത്തിൽ ആ പെണ്ണുങ്ങളും പങ്കുചേരട്ടെ എന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് മൈതാനത്തേക്ക് വേണ്ടി റസൂലുള്ള ക്ഷണിച്ചപ്പോ ഈ മുസ്ലിയാക്കന്മാര് പറയണു മൈതാന നിസ്കാരം പാടില്ല. റസൂൽ പറഞ്ഞ മൈതാനം അവർക്ക് പാടില്ല. സലാത്തിയല്ല നബി മൈതാനത്ത് പോകാൻ പറഞ്ഞിട്ടില്ല, എന്നാ ഞങ്ങൾ പോകും. അങ്ങനെ തന്നെയല്ലേ? അങ്ങനെയാണല്ലോ നബി പറഞ്ഞതിന് നേരെ എതിര് ചെയ്യണല്ലോ. മൈതാനത്തേക്ക് സലാത്തിയെല്ലാം പോകാം. അങ്ങക്ക് എവിടുന്ന തെളിവ്? ലോകത്ത് ഒരു സഹാബ വനിത മൈതാനത്തേക്ക് സലാത്തിന് പോയത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? ഇത് ഖബർസ്ഥാനിലെ വെല്ലുവിളിയല്ലല്ലോ, നിങ്ങളെ ഉമ്മറപ്പടിയിൽ വന്നിട്ടാ വെല്ലുവിളിക്കുന്നത്. ഇത് തെളിയിക്കാൻ കഴിയോ? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഒരു പെണ്ണ് സ്വലാത്ത് ചെല്ലാൻ വേണ്ടി ഏത് മൈതാനത്തേക്ക് പോയതായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? ഏതെങ്കിലും ഒരു മൈതാനത്തേക്ക് പോയതായി ആരാ നിങ്ങൾക്ക് ഈ ദീന് പഠിപ്പിച്ചു തന്നത്? പെണ്ണുങ്ങൾ ദിക്റും സ്വലാത്തും ചെല്ലാൻ വേണ്ടി മൈതാനത്തേക്ക് പോയേ? നിങ്ങൾക്ക് പള്ളിയിൽ മാത്രം പെണ്ണിനെ പറ്റൂല. ഒരു പെണ്ണ് ഇസ്ലാമിന്റെ വേഷം ധരിച്ച് പള്ളിയിൽ വന്ന അവിടെ നിങ്ങൾക്കൊന്നും കിട്ടാമല്ലോ. പെണ്ണ് പള്ളിയിൽ വന്ന് നിസ്കരിച്ചാൽ ഓൾക്ക് കൂലി എന്നല്ലാതെ മൊയ്തേർക്കൊന്നും ഇല്ലല്ലോ. മറ്റേതങ്ങനെയല്ല, നിങ്ങൾക്ക് കവറും കൊണ്ടാ വരുന്നത്. സലാത്ത് നഗരിയിലേക്ക് വരുമ്പോ പൈസ കൊണ്ടുവരുന്നുണ്ട്, ചിറ്റു വരുന്നുണ്ട്, കാതിലുള്ളത് ഊരുന്നുണ്ട്, മാല തരുന്നുണ്ട്, ചെയിന് തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവാ. ഇതാണ് ഉമ്മതങ്ങന്മാരെ നിങ്ങൾ പഠിച്ചു വെച്ചോ. ഈ മുസ്ലിയാക്കന്മാര് നിങ്ങളെ പറ്റിക്കാണ്. നിങ്ങൾ മരിച്ചിട്ട് നിങ്ങളെ മയ്യത്തെ പള്ളിൻ്റെ ഉള്ളിൽ കയറ്റുള്ളൂ എന്ന് അവരുടെ വാശി. പള്ളി കയറ്റാൻ നിങ്ങളെ കാതിലത്തെ പൊന്നും വേണം, മാലയും വേണം. പക്ഷെ പള്ളി ഉണ്ടാക്കിയാലോ അതിലേക്ക് നിങ്ങൾക്ക് പ്രവേശനമല്ല. എന്നാ റസൂല് വിരോധിച്ചതാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. റസൂല് വിരോധിച്ചോ? ഇല്ല. റസൂല് വിരോധിച്ചെങ്കിൽ എങ്ങനെ പിൽക്കാലത്ത് പോവുക? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കെ കുഞ്ഞാലി മുസ്ലിയാരുടെയും കീഴനാകുന്ന അബ്ദുള്ള മുസ്ലിയാരുടെയും നജീബ് മുസ്ലിയാരുടെ ഒക്കെ പുസ്തകങ്ങളിൽ പോയി തെളിവില്ലേ? ധാരാളം തെളിവുകളില്ലേ? ഒന്നും വിശദീകരിക്കാൻ സമയമല്ല. അപ്പൊ സുഹൃത്തുക്കളെ, പർദ്ദല്ലാത്ത സ്ത്രീകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞെന്നറിയോ? നിങ്ങളൊരു പർദ്ദ കടം വാങ്ങിയിട്ടെങ്കിലും നിങ്ങൾ പോണെന്നാണ്. അതിന്റെ വിശദീകരണത്തിൽ കാണാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം പെണ്ണുങ്ങൾ ഈദ്ഗാഹിലേക്ക് പോകൽ സുന്നത്ത് മാത്രമല്ല വുജൂബാണ് എന്നാണ്. ഫത്ഹുൽ ബാരിയിലില്ലേ, പള്ളി ദർസിലില്ലേ കിതാബ് ഫത്ഹുൽ ബാരി എടുത്ത് മറിച്ചു നോക്ക്, അവിടെ കാണാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം പെണ്ണുങ്ങൾ ഈദ്ഗാഹിലേക്ക് പോകൽ വുജൂബാണ് എന്നാണ്. അല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, എന്താണ് നിങ്ങൾ ഈ ജനങ്ങളോട് എന്നിട്ട് പറയാ മൈതാനത്ത് നിസ്കരിക്കാൻ വഹാബി? ആടും പോത്തും ഒക്കെ മൂത്രയിക്കും കാഷ്ടിക്കും ചെയ്യണ മൈതാനത്ത് അവരുടെ നിസ്കാരം. എന്നാ കേട്ടോ, നിങ്ങളുടെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ തന്നെ പറയുന്നു എന്ത്? മൈതാനാണ് ഉത്തമെന്ന് പഠിച്ചു വെച്ചോ. ദാ ഇഹ്യാ ഉലൂമുദ്ദീൻ. നേരത്തെ നിങ്ങളുടെ റിസാല ഇസ്ലാം മതത്തിലെ ഉത്തമ ഗ്രന്ഥം എന്ന് പരിചയപ്പെടുത്തിയ ഇഹ്യാ, ആ ഇഹ്യാ ഉലൂമുദ്ദീനിൽ നിങ്ങൾക്ക് കാണാം. കേട്ടോളൂ, മക്കവും ബൈത്തുൽ മുഖദ്ദസും ഒഴികെയുള്ള രാജ്യങ്ങളിൽ, ശരിക്കും ശ്രദ്ധിച്ചോ, മക്കയും ബൈത്തുൽ മുഖദ്ദസും ഒഴികെയുള്ള രാജ്യങ്ങളിൽ പെരുന്നാൾ നമസ്കാരത്തിന് മൈതാനിയിലേക്ക് പോകലാണ് ഏറ്റവും നല്ലത്. മഴയുള്ള ദിവസമാണെങ്കിൽ പെരുന്നാൾ നമസ്കാരം പള്ളിയിൽ വെച്ച് നടത്തുന്നതിന് ദൂഷ്യമില്ല. മഴ ഉണ്ടെങ്കിൽ പള്ളിയിൽ നടക്കുന്നതിന് തകരാറില്ല. അതല്ലെങ്കിൽ മക്കയും ബൈത്തുൽ മുഖദ്ദസും ഒഴികെയുള്ള രാജ്യങ്ങളിൽ പെരുന്നാൾ നിസ്കാരത്തിന് മൈതാനിയിലേക്ക് പോകലാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ പുകഴ്ത്തിയ ഇഹ്യാ ഉലൂമുദ്ദീനിന്റെ പരിഭാഷയിലില്ലേ, ഇവരൊക്കെ ആടും പോത്തും മൂത്രയിക്കുന്നിടത്തേക്ക് പോകലാ ഉത്തമെന്നല്ലേ പറഞ്ഞത്?
അല്ലേ? മിസ്റ്റർ പേരോട് ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞൂടാ. എല്ലാ സ്ഥലത്തും ഇയാൾ നടന്നു വരെയാണത്. ആടും പോത്തൊക്കെ മൂത്രയിക്കും കാഷ്ടിക്കും ചെയ്യണ പറമ്പിലാ ഇവരുടെ നിസ്കാരം. അത് നിസ്കാരല്ല, മീറ്റിംഗ് ആണ് എന്നൊക്കെ പറയാ. ഞാൻ കേട്ടോ, നിങ്ങളത് പറഞ്ഞില്ലേ? നീ തന്നെയല്ല സുഹൃത്തുക്കളെ, നേരത്തെ പറഞ്ഞില്ലേ, ഇവർക്കിതൊന്നൊരു വിഷയമല്ല. ഇവരങ്ങതിനെ എതിർക്കും ചെയ്യും, തക്കം കിട്ടിയ ഭരണം നടത്തുകയും ചെയ്യും. ഇവർക്കാവുമ്പോ ഒക്കെ പറ്റും. അമ്മായി അമ്മക്ക് അടുക്കളയിലും ആവാ, മരുമോൾക്ക് പുറത്തു ആയിക്കൂടാന്നുണ്ട് പണ്ടൊരിക്കലില്ല. അക്കോലത്തിലാണ് വരുന്നത് സുന്നി വോയിസ്. സുന്നി വോയിസിന് വലിയൊരു ഹോജ ഷെയ്ഖ് ജിഫിരി തങ്ങള് കോഴിക്കോട് എപ്പോഴും ഈദ്ഗാഹ നടത്തുക, പള്ളിയല്ല കേട്ടോളി. ജിഫിരി ഹൗസിന്റെ മുറ്റത്ത് പെരുന്നാൾ നമസ്കാരം നടന്നു വരുന്നു. കോഴിക്കോട്ടെ കച്ചവടക്കാരായ മുസ്ലിം പ്രമാണിമാരിൽ അധികവും ഇതിൽ പങ്കെടുത്തിരുന്നു. ജൗളി മുതലാളിമാർ, അരിക്കച്ചവടക്കാർ തുടങ്ങിയവരൊക്കെ പണ്ട് മുതലേ 7 മണിക്ക് മുമ്പ് തന്നെ പെരുന്നാൾ നിസ്കാരത്തിന് ജിഫിരി ഹൗസിലെത്തും. തിങ്ങി നിറയുന്ന ജനം മുറ്റവും കടന്ന് മക്കാമിന്റെ അറ്റം വരെ എത്താറുണ്ട്. സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളുടെ ലേഖനം. ഇവർക്ക് ജിഫിരി ഹൗസിന്റെ മുറ്റത്തൊക്കെ ഈദ്ഗാഹ് നടത്താം. തീർന്നില്ല, തലശ്ശേരി ഉണ്ടല്ലോ, തലശ്ശേരിയിൽ 70 കൊല്ലായി എന്നാണ്. ആദ്യത്തെ ഈദ്ഗാഹിന് 70 തികയുന്നു. മലയാള മനോരമ. അതാരാ നടത്തിയത്? ആരാണ് നേതൃത്വം കൊടുത്തത്? കേട്ടോളി. ഈദ്ഗാഹിൽ പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകിയതും ഖുതുബ നടത്തിയതും തലശ്ശേരി ഖാളി കുടുംബത്തിലെ അംഗമായിരുന്ന സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങളായിരുന്നു. 70 കൊല്ലം മുമ്പ് നടന്ന കഥ പറയുന്നത്. ഇതൊക്കെ ഇപ്പൊ അവിടുത്തെ കഥ. ഇനി സാക്ഷാൽ ഏപ്പികള് ഈദ്ഗാഹ് നടത്തുന്ന ചിത്രം ഒന്ന് കണ്ടോളി. ഇത് കണ്ടോ? ശനിയാഴ്ച രാവിലെ കോഴിക്കോട് മൂഴിക്കലിനടുത്ത് വിരിപ്പിൽ മൈതാനത്ത് നടന്ന പെരുന്നാൾ നമസ്കാരം. താരാ കേരളത്തിലെ മുസ്ലിമീങ്ങളൊക്കെ ഞായറാഴ്ച പെരുന്നാൾ ആഘോഷിച്ചപ്പോ ഒരു ദിവസം മുൻകൂട്ടിയിട്ട് കേരളത്തിലൊരു പെരുന്നാൾ ആഘോഷിച്ചത് ഈ AP വർഗം മാത്രമാണ്. അവര് പോയി നടത്തിയത് എവിടെ? പാടത്ത്. പോത്തും ആടും പശുവൊക്കെ മൂത്രയിക്കുന്ന പാടത്ത് പോയിട്ട് നിക്കരിക്കാനുള്ള അവസരം ഇവർക്ക് കിട്ടി. ചിത്രസഹിതം മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തു. ഇവർക്കാണെങ്കിൽ എന്തു ആവാ. നമ്മൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യ പിൻപറ്റിക്കൊണ്ട് മൈതാനത്തേക്ക് പോയാൽ അത് ആടും പോത്തൊക്കെ മൂത്രയിക്കുന്നിടത്തുള്ള നിൽക്കാരായി പോയി. നോക്കണം നിങ്ങൾ സുഹൃത്തുക്കളെ. അപ്പൊ ഈ രൂപത്തിൽ ഇങ്ങനെ ജനങ്ങളോട് പറയാം. ഇനി സുഹൃത്തുക്കളെ നിങ്ങൾ നോക്കൂ, ഇവരെന്താ പറയാ?